അടുത്ത് ബംഗാൾ, അസം, കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. എല്ലാവർക്കും അറിയാം BJPയുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ബംഗാളാണ്. ബംഗാളിൽ മമത എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മമത പറയുന്നു, ഇവിടെ വന്നിട്ട് ഈ കളി കളിച്ചാൽ, ബീഹാറിലെ കളി ബംഗാളിൽ കളിച്ചാൽ ഞാൻ നാട്ടിൽ സ്വൈര്യം തരില്ല, ഇന്ത്യ ഒട്ടാകെ കടന്ന് ഞാൻ പ്രശ്നം ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് BJP. അവരുടെ മുമ്പിൽ വേറെ വഴിയില്ല. അതായത് അവിടെ കോൺഗ്രസ് ദുർബലമാണ്, CPM ദുർബലമാണ്. അവിടെയുള്ളത് തൃണമൂൽ കോൺഗ്രസും BJP തമ്മിലുള്ള നേർക്കുനേരെയുള്ള പോരാട്ടമാണ്. രാഹുൽ ഗാന്ധി കാര്യമായ റോളില്ലാത്ത സ്ഥലമാണ് ബംഗാൾ. ഇപ്പോൾ ബീഹാറിൽ നടന്നതുപോലെ ഒരു വ്യാപകമായ പ്രചാരണം രാഹുൽ ഗാന്ധി അവിടെ നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. അവിടെ അതിനേക്കാൾ വലിയ സ്റ്റാർ ക്യാമ്പയിനർ മമതയാണ്. മമതയ്ക്ക് ഒറ്റയ്ക്ക് നയിക്കേണ്ടി വരുന്ന യുദ്ധമാണ് ബംഗാളിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അവരെന്താ പറയുന്നത്? അവർക്കറിയാം ബീഹാറിൽ നടക്കാൻ പോകുന്നത് ബംഗാളിൽ നടക്കുകയാണ്. ഒരുപക്ഷെ ബീഹാറിനേക്കാൾ സമർത്ഥമായി ബംഗാളിൽ ഈ പറയുന്ന സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യിപ്പിക്കാൻ BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ സാധിച്ചേക്കും. അവിടെ അധികാരം പോയി കഴിഞ്ഞാൽ, അവിടെ ഒരു വട്ടമെങ്കിലും BJP വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു പാർട്ടിക്ക് അവിടെ തിരിഞ്ഞു നോക്കാൻ കഴിയില്ല. അതാണ് അവിടുത്തെ സിറ്റുവേഷൻ. എന്ന് മാത്രവുമല്ല, SIR അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. SIRൽ ഒരുപക്ഷെ ബീഹാറിനേക്കാൾ കൂടുതൽ എന്താണ് പറയുക, ഒഴിവാക്കപ്പെടുന്ന പ്രിസൈസ്ലി ഒഴിവാക്കപ്പെടുന്ന ജനവിഭാഗങ്ങളുള്ള സ്ഥലം ബംഗാൾ തന്നെയായിരിക്കും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. അവർക്ക് പിന്നീട് വോട്ടവകാശം തിരികെ കിട്ടുമെന്നുള്ളത് മാത്രമല്ല ബംഗാളിലെ പ്രശ്നം. അവരെ പൗരത്വം ഇല്ലാതെയും ഡീപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് അസമിലും അങ്ങനെ തന്നെയാണ്, ബംഗാളിലും അത് തന്നെയാണ്. അത് കുറേ കൂടി ഗുരുതരമാണ്. ബീഹാറിനേക്കാൾ കുറേ കൂടി ഗുരുതരമാണ് ബംഗാളിലെയും അസമിലെയും കാര്യം. മമതയ്ക്ക് ഇത് മനസ്സിലായി. ബീഹാർ തെരഞ്ഞെടുപ്പ് മമത മനസ്സിലായി. മമത നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ നാടൊട്ടുക്കും പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അവർ BJPയെ തിരിച്ച് സമ്മർദ്ദത്തിലാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ വഴിയില്ല അവർക്ക്. അപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് ഇനി വാട്ട് നെക്സ്റ്റ് എന്നുള്ള ചോദ്യത്തിൽ ഇനി അടുത്ത് ബംഗാളാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം, ഇത് ഭയങ്കരമായിട്ട് ഫ്രാഗ്മെൻറ്റഡ് ആണ്. ഒന്ന്, അത് ഈ ഇന്ത്യ മുന്നണി തന്നെ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായൊരു മുന്നേറ്റം ഇനി ഉണ്ടാകുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇത്രയും ചെയ്തു വെച്ചു. ഇനി മഹാരാഷ്ട്ര ഫയൽസ് വരാനുണ്ട്, ഹരിയാന ഫയൽസാണ് വരുന്നത്, മഹാരാഷ്ട്ര ഫയൽസ് വരാനുണ്ട്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കൂടുതൽ വിവരങ്ങൾ വരാനുണ്ട്. ഇനി പുറത്തു വന്നതിൽ ഇനി ഹൈഡ്രജൻ ബോംബ് ഇനി ബാക്കിയുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്ത് ബോംബ് വന്നാലും ആളുകൾക്ക് ഇത് മനസ്സിലായാലും ഇതിനെതിരായിട്ടുള്ളൊരു യോജിച്ച പോരാട്ടം എന്നുള്ളത് ഇനിയും സാധ്യമായിട്ടില്ല. അത് ഇന്ത്യ മുന്നണിക്ക് തന്നെ സാധ്യമായിട്ടില്ല. ഏറ്റവും നല്ല ഉദാഹരണം CPM ആണ്. CPMന് ഇന്ന് ഭരണമുള്ള കേരളത്തിൽ തന്നെ ഈ വോട്ട് ചോരി നടന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നു. തൃശ്ശൂരിൽ കേരളത്തിലെ CPMന് അതൊരു രാഷ്ട്രീയ പ്രശ്നമേ അല്ല. അവർക്കത് രാഷ്ട്രീയ പ്രശ്നമേ അല്ല എന്നുള്ളിടത്തും, അത് ദേശീയ നേതൃത്വം പോലും അത് കാര്യമായിട്ട് വകവയ്ക്കുന്നില്ല എന്നുള്ളിടത്തും, ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന CPM പോളിറ്റ് ബ്യൂറോയുടെ കമ്മ്യൂണിക്കയിൽ വോട്ട് ചോരിയേക്കാൾ മറ്റ് കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാകും. അപ്പോൾ ഒരു യോജിച്ച പോരാട്ടത്തിന് ഇന്ത്യ മുന്നണിക്ക് ഇപ്പോഴും ശക്തിയില്ല, അവർ ഒറ്റക്കെട്ടല്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നു. മറ്റൊന്ന്, ഈ ഒരു ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്, ഒരു വെല്ലുവിളിയാണ് ഇപ്പോഴുള്ളത്. ധ്രുവ് റാട്ടി ആ വീഡിയോ അവസാനിപ്പിക്കുന്ന അവിടെയാണ്. ഈ വെല്ലുവിളി എങ്ങനെ മറികടക്കും? ആ ചോദ്യം വോട്ടർമാർക്ക് ഇട്ട് കൊടുത്തുകൊണ്ടാണ് ധ്രുവ് റാട്ടി ആ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അത് ഇനി ജനങ്ങൾ ചെയ്യേണ്ടതാണ്, രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സിവിൽ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്, അത് പറയുമ്പോൾ ഈ നേപ്പാളിലെ പോലെ ജൻസി കലാപം അങ്ങനെയൊന്നും ആയിരിക്കില്ല ഇന്ത്യയിൽ അതുണ്ടാവുക. എല്ലാ രാജ്യത്തും പല രാജ്യങ്ങളും പല രീതിയിലായിരിക്കും അതിൻ്റെ സ്വഭാവം. ഒരു സിവിൽ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സമാന്തരമായ, അത് രാഷ്ട്രീയ പാർട്ടികളെ ആശ്രയിക്കാതെ ജനങ്ങൾ തന്നെ ഈ പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സമരരംഗത്തേക്ക് വരുന്ന, ഈ സമരം എന്ന് പറഞ്ഞാൽ ചെറിയ സമരമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏതോ അർത്ഥത്തിൽ അക്കൗണ്ടബിൾ ആക്കാനുള്ള സമരമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഘടനയെ തന്നെ മാറ്റുന്ന, അവരെ നിയമിക്കാനുള്ള നിയമത്തിൻ്റെ ഭേദഗതി ആവശ്യപ്പെടുന്ന സമൂലമായൊരു പരിവർത്തനത്തിന്, ഒരു സമ്പൂർണ്ണ ക്രാന്തികാരി എന്നൊക്കെ പറയുന്നത് പോലെ അടിയന്തരാവസ്ഥ കാലത്ത് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടുപോലുള്ള ഒരു സിവിൽ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഉയർന്നു വരാതെ ഇതിനെന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതർവൈസ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്ത്യ സഖ്യം ഇതൊരു രാഷ്ട്രീയ അജണ്ടയായി അവർ തെരഞ്ഞെടുപ്പ് മത്സരിക്കുക എന്നതിനപ്പുറം അവരുടെ എക്സിസ്റ്റൻഷ്യൽ പ്രശ്നമായതിനെ കണ്ടുകൊണ്ട് അവർ കൈമൈ മറന്ന് ഒരുമിച്ച് രംഗത്തേക്ക് വരണം. അതല്ലെങ്കിൽ, അങ്ങനെ വന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ജനങ്ങളുടെ ഒരു മൂവ്മെൻറ്റാണ്. അങ്ങനെ ഒരു മൂവ്മെൻറ്റിലൂടെ മാത്രമേ മാറ്റം ഉണ്ടാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.